നേതാക്കളെത്തുകയാണ്. കെ മുരളീധരൻ എത്തുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻപ് പ്രതികരിക്കാനില്ല എന്ന് മുരളീധരൻ പറയുകയാണ്. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് കെ മുരളീധരൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കെ മുരളീധരൻ വി.ഡി. സതീശനൊപ്പമാണെന്നുള്ള സൂചനകളാണ് മുൻ പ്രതികരണങ്ങളിൽ നൽകിയിട്ടുള്ളത്. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇപ്പോൾ ഇതാ മുരളീധരനും എത്തുകയാണ്. നേതാക്കൾ ഓരോരുത്തരായി എത്തുന്നു. അതോടൊപ്പം തന്നെ ഖർഗെ ഡൽഹിയിലേക്ക് ഉടനെ എത്തുമെന്നുള്ള സൂചന. ചർച്ചയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനത്തിൽ ഖർഗെ എത്ര മണിയോടെ ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയുന്നത്. രാഹുൽ ഗാന്ധിയുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തൊട്ടു പിന്നാലെ പ്രഖ്യാപനം എന്ന രൂപത്തിലാണോ കാര്യങ്ങൾ? സ്മൃതി, അല്പസമയത്തിനകം തന്നെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കെ മുരളീധരൻ 10 ജനപത്തിലെ വസതിയിലേക്ക് കയറി പോകുന്നതാണ്. കെ മുരളീധരൻ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി. കൂടിക്കാഴ്ചയിൽ അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കും. ഒരുപക്ഷെ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം നിലപാട് ഉണ്ടാകാൻ പോകുന്നതെന്ന സൂചന നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് തന്നെ തീരുമാനം എടുക്കേണ്ടതിന്റെ അത്യാവശ്യത കൃത്യമായി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയാം. പ്രത്യേകിച്ച് ഒരു വശത്ത് BJP ഈ വിഷയം സജീവമായി തന്നെ ദേശീയ തലത്തിൽ ചർച്ചയാക്കുന്നുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്ത് തർക്കങ്ങൾ വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം ഒരു പ്രഖ്യാപനം വേണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. ആ അടിസ്ഥാനത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് അടിയന്തരമായി, ഇന്നിപ്പോൾ ഖാർഗെ ദില്ലിയിലേക്ക് വരാൻ വേണ്ടി ഇരുന്നതല്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം നാളെ മാത്രമായി ദില്ലിയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തോട് അടിയന്തരമായി ദില്ലിയിൽ എത്താൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചാർട്ടേഡ് വിമാനത്തിൽ 3:30 മല്ലികാർജ്ജുൻ ഖാർഗെ ദില്ലിയിൽ ലാൻഡ് ചെയ്യുകയാണ്. അതിനുശേഷം 5 മണിയോടെ രാഹുലും ഒപ്പം മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഒരു അടിയന്തര യോഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അഭിപ്രായങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ട് തീരുമാനം അന്തിമമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഇന്ന് നീട്ടിക്കൊണ്ടു പോകില്ല എന്ന് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വിശദമായ കൂടിക്കാഴ്ച തന്നെ ഇപ്പോൾ ഉണ്ടാകും. പ്രത്യേകിച്ച് മുൻ KPCC അധ്യക്ഷന്മാരാണ് ഇപ്പോൾ അകത്തുള്ളത്. അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റ്, നിലവിലത്തെ വർക്കിംഗ് പ്രസിഡന്റുമായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും കൂടി അകത്തുണ്ട്. ഈ നേതാക്കൾ എന്താണെങ്കിലും ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട അവരുടെ നിലപാടുകൾ അറിയിക്കും. അതിനുശേഷം ഇന്നിപ്പോൾ ഈ നിലപാടുകൾ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും പങ്കുവയ്ക്കും. പിന്നീട് ഒരു പ്രഖ്യാപനം. അതിനിടയിൽ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ AK ആന്റണിയുമായി ഫോണിൽ സംസാരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തീരുമാനം AK ആന്റണിയുടെ നിലപാടും ഇതിൽ നിർണായകമാകും. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കേരളത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്നും ഒരു പ്രധാനപ്പെട്ട വാക്ക് AK ആന്റണിയുടെയാണ്. AK ആന്റണി അക്കാര്യത്തിൽ നിലപാട് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതും ഹൈക്കമാൻഡ് പരിഗണിക്കും. നിലവിൽ AK ആന്റണിയുടെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കണം എന്താണ് സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ അറിയിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫോൺ കോൾ ഉണ്ടാകും. ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അടൂർ പ്രകാശ് എന്നീ നേതാക്കളെയും ഫോണിൽ വിളിച്ച് സംസാരിക്കും. ഈ രണ്ട് നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും അടൂർ പ്രകാശും ദില്ലിയിലേക്ക് എത്തിയിട്ടില്ല. ആ സാഹചര്യം കൂടിയുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നേതാക്കളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ഇന്ന് തന്നെ പ്രഖ്യാപനം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. ആ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതു സ്വഭാവം, പ്രത്യേകിച്ച് MLA-മാരുടെ പിന്തുണ, MP-മാരുടെ പിന്തുണ, ഇപ്പോൾ എത്തിയിരിക്കുന്ന മുതിർന്ന നേതാക്കളുടെ പിന്തുണ, വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പിന്തുണ എല്ലാം KC വേണുഗോപാലിനാണെങ്കിൽ സ്വാഭാവികമായും KC വേണുഗോപാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം. ആ തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ കൃത്യമായി തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ വി.ഡി. സതീശൻ ജനകീയ പിന്തുണയും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും ഒക്കെ ഉണ്ട്. ആ പ്രതിഷേധങ്ങളൊക്കെ എന്താണെങ്കിലും അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായി തന്നെ ഇപ്പോൾ ആ സാഹചര്യത്തിലേക്ക് KC വേണുഗോപാലിനെ അങ്ങോട്ട് പെട്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനം മാത്രമായി കേരളത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ തീരുമാനം അടിച്ചേൽപ്പിച്ചതാണ് എന്നൊരു പ്രതീതി എന്താണെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഒരു പ്രതീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ MLA-മാരുടെ പിന്തുണയുണ്ട്, MP-മാരുടെ പിന്തുണയുണ്ട്, മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാർ എന്നിവരുടെ പിന്തുണയുണ്ട്. ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളുടെയും പിന്തുണ, അതായത് പാർട്ടി സംവിധാനത്തിന്റെ പൂർണ്ണ പിന്തുണ KC വേണുഗോപാലിനാണെങ്കിൽ സ്വാഭാവികമായും KC തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന തീരുമാനത്തിലേക്കായിരിക്കും ഒരുപക്ഷെ ഹൈക്കമാൻഡ് എത്താൻ പോകുന്നത്. മറ്റു നേതാക്കളുടെ പരിഗണനാ വിഷയം ആളുകളുടെ ജനപിന്തുണയും ഒപ്പം പ്രവൃത്തി പരിചയം ഒക്കെ പരിഗണിക്കുന്നുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ട്. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കൾ ഇതാ ടെൻഷൻ 10ലേക്ക് വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ പ്രതികരിക്കുന്നു, ചിലർ പ്രതികരിക്കാതെ നടന്നു പോകുന്നു. കെ മുരളീധരൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, ചർച്ചകൾക്ക് ശേഷം എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. ഓരോ നേതാക്കളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ച അതീവ നിർണായകമാണ്. ഇന്നാണ് ആ തീരുമാനം വരാനിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ ഖർഗെ ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിച്ചെത്തുകയാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധി ഖർഗെ കൂടിക്കാഴ്ച, അതിനുശേഷം പ്രഖ്യാപനം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് രാത്രിയോ അതല്ല എങ്കിൽ നാളെയോ ആ തീരുമാനം പ്രതീക്ഷിക്കുകയാണ്. എന്താകും തീരുമാനം?